Good evening. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഓഫ് എ ലിക്വിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ പഠിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലിരിക്കുന്ന ഒരു ലിക്വിഡിന് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് എനർജിയാണുള്ളത്. ഒന്നാമത്തെ എനർജി നമ്മൾ പ്രഷർ എനർജി എന്ന് വിളിച്ചു. രണ്ടാമത്തെ എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ എനർജി നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് എനർജിയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രഷർ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞത് പ്രഷർ എനർജി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ പറഞ്ഞു P/ρ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പിന്നീട് പഠിച്ചത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലിക്വിഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഞാൻ പറഞ്ഞു, ഒരു ലിക്വിഡിന് അതിൻ്റെ ഹൈറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി നമ്മൾ വിളിച്ച പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലിരിക്കുന്ന ഒരു ലിക്വിഡിന് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു GH ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി ഓഫ് എ ലിക്വിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഫ്ലോ ചെയ്യുന്ന ഏതൊരു ലിക്വിഡിനും കൈനറ്റിക് എനർജി ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലിരിക്കുന്ന ഒരു ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഹാഫ് V² ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ് അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്കിനി പഠിക്കേണ്ടത് ആ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബെർണോളിസ് തിയറം. അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതുപോലെ ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ബെർണോളിസ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷനും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ടോപ്പിക്ക് നോക്കും. അതോടൊപ്പം നമ്മുടെ ചാപ്റ്റർ ഇന്ന് കഴിയും. അപ്പോൾ നമ്മൾ ബെർണോളിസ് തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് ജസ്റ്റ് വായിക്കുക. അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബെർണോളിസ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ദയവീത് ആ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സെപ്റ്റംബർ 6-ാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. 3 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ മാക്സിമം നിങ്ങൾ അത് പഠിക്കുക തന്നെ ചെയ്യുക. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബെർണോളിസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ബെർണോളിസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബെർണോളിസ് തിയറവും അതിൻ്റെ പ്രൂഫും. അപ്പോൾ ബെർണോളിസ് തിയറം പറയുന്നത് വളരെ എളുപ്പമാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഞാൻ പറയാം, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the total energy per unit mass of a liquid in streamlined flow is always a constant. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ബെർണോളിസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കറിയാം, ബെർണോളിസ് ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ലിക്വിഡിന് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് എനർജിയാണുള്ളത്. പ്രഷർ എനർജി, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ കൈനറ്റിക് എനർജി. അതിൽ നമുക്കപ്പോൾ നോക്കുകയാണെങ്കിൽ ബെർണോളിസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് അല്ലേ, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് നമുക്ക് മൂന്നാമത്തെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് അല്ലേ.
അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ബെർണോളിസ് തിയറം. അപ്പോൾ നമുക്കറിയാം പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ആരാ? P/ρ ആണ്. P/ρ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് നമ്മൾ പഠിച്ചു GH ആണ്, പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഹാഫ് V² ആണ്. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു ആരെന്നാണ്? എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം. അപ്പോൾ നമ്മൾ ഇൻ ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, നമുക്കിതിനെ ഇപ്പോൾ PV ഈക്വൽ ടു നമുക്ക് NRT എന്ന് എഴുതുകയാണെങ്കിൽ PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ P1 V1 ഈക്വൽ ടു P2 V2 നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെയും എഴുതാം P1/ρ പ്ലസ് GH1 പ്ലസ് ഹാഫ് V1² ഈസ് ഈക്വൽ ടു P2/ρ പ്ലസ് GH2 പ്ലസ് ഹാഫ് V2² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഇവിടെ തന്നെ ഒരു കണ്ടീഷനുണ്ട്. നമ്മൾ എടുക്കുന്നത് ഒരു ലിക്വിഡ് ഇൻ ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ഫ്ലോയിലുള്ള ഒരു ലിക്വിഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് GH എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഹൈറ്റ് എപ്പോഴും ഒരു ലെവലായിരിക്കും അല്ലേ, ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെർണോളിസ് തിയറം ഇങ്ങനെ മാറ്റാം: P/ρ പ്ലസ് ഹാഫ് V² ഈസ് ഈക്വൽ ടു ആരെന്നാകും? എ കോൺസ്റ്റൻ്റ് എന്നാകും. അതിനകത്ത് GHൻ്റെ ടൈം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞ ടൈം എന്ത് ചെയ്ത് പോകും? നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ബെർണോളിസ് തിയറം പറയുന്നത് വളരെ സിമ്പിളാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഇൻ സ്ട്രീംലൈൻഡ് ഫ്ലോ ഈസ് എ constant. That means pressure energy, sum of pressure energy per unit mass plus potential energy per unit mass plus kinetic energy per unit mass എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം. അപ്പോൾ ഈ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓൾവേസ് എ കോൺസ്റ്റൻ്റ് എന്നല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ പഠിച്ചു ഒരു ലിക്വിഡിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരുന്നു? ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഇത് നോക്കാം, പ്രൂഫ് നോക്കാം. നമുക്കിങ്ങനെ ടോട്ടൽ എനർജി എന്താണ്? കോൺസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ബെർണോളിസ് തിയറം പഠിച്ച ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫാണ്. അപ്പോൾ പ്രൂഫ് ഓഫ് ബെർണോളിസ് തിയറമാണ്. നിങ്ങൾ നോക്കുക, പ്രൂഫ് ഓഫ് ബെർണോളിസ് തിയറം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു ഫിഗർ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു പൈപ്പ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ളതാണ്. ഇവിടെയുള്ള ഹൈറ്റിന് ഞാൻ H1 എന്ന് എടുക്കുന്നു. H1 ഇവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ H2 എന്ന് സങ്കല്പിക്കുകയാണ്. നമ്മുടെ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് H2 എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് എടുക്കുന്നു. ഇനി ഇതാ ഈ സെക്ഷനെ ഞാൻ A എന്ന് വിളിച്ചു. അതുപോലെ ഇവിടെ സെക്ഷൻ B എന്നാണ്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇനി A എന്ന് പറയുന്ന എൻഡിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ A1 എന്ന് എടുക്കുന്നു. അതുപോലെ അവിടെയുള്ള ലിക്വിഡ് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ V1 ആയിട്ട് പരിഗണിക്കുന്നു. ഇനി A എന്ന് പറയുന്ന എൻഡിലുള്ള പ്രഷർ എന്ന് പറയുന്നത് P1, B എന്ന് പറയുന്ന സെക്ഷനിലുള്ള പ്രഷർ P2 ആണ്. ഇനി ലിക്വിഡ് ലീവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ V2 എന്ന് എടുക്കുന്നു. അതുപോലെ ആ സെക്ഷൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A2 എന്ന് സങ്കല്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ ഫിഗർ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് കൂടി ഒരു പൈപ്പ് എടുത്തു. അതിൽ A എന്ന് പറയുന്ന സെക്ഷനകത്തുള്ള ഏരിയ എന്ന് പറയുന്നത് A1, അതിലൂടെ ലിക്വിഡ് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞ് ഞാൻ V1 ആയിട്ട് എടുക്കുന്നു. ഇനി അതുപോലെ അവിടെയുള്ള പ്രഷർ P1 ആണ്. ഇനി B എന്ന് പറയുന്ന എൻഡിലെ പ്രഷർ P2, ലിക്വിഡ് ലീവ് ചെയ്യുന്ന വെലോസിറ്റി V2, അവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് അറ്റ്
എ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ ലിക്വിഡ് ചെയ്യുന്ന വർക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം P1 V1 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എന്നാണ്, സോറി ഡെൻസിറ്റി അല്ല മാസ് എന്നാണ്. അപ്പോൾ P1 V1 ബൈ എം എന്ന് കിട്ടും. നമുക്കറിയാം വോളിയം ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമുക്കതിനെ മാസ് ബൈ വോളിയം ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് നമുക്കതിനെ P1 ബൈ റോ എന്ന് എഴുതാം. അതായത് V1 ബൈ എം ആകുമ്പോൾ 1 ബൈ റോ ആകും. അതുകൊണ്ട് നമുക്കിതിനെ P1 ബൈ റോ എന്ന് എടുക്കാം. അതുപോലെ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് അറ്റ് സെക്ഷൻ ബി എടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നേരത്തെ പോലെ V2 എന്ന് പറയുന്നത് ഇവിടെ വോളിയമാണ്, V2 ഡിവൈഡഡ് ബൈ എം എന്ന് വരും. അപ്പോൾ അവിടെയും നമുക്കിതിനെ P2 ബൈ റോ എന്ന് എടുക്കാം. നമ്മൾ എടുക്കുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ലിക്വിഡ് സെയിം ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ P2 ബൈ റോയും എ എന്ന് പറയുന്ന സെക്ഷനിൽ P1 ബൈ റോയുമാണ്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് നെറ്റ് വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കുന്നു. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ ആവശ്യമായ നെറ്റ്വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് P1 ബൈ റോ മൈനസ് P2 ബൈ റോ എന്നാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെയുള്ള വർക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് P1 ബൈ റോ മൈനസ് P2 ബൈ റോ എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എയിൽ നിന്ന് ബിയിലേക്കുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസും അതുപോലെ കൈനറ്റിക് എനർജി ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി when unit mass of liquids liquids flow from A to B, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് മാസ്സുള്ള ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് GH1 ഇവിടെയുള്ളത് GH2 ആണ്. അങ്ങനെയാണെങ്കിൽ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് GH1 മൈനസ് നമുക്ക് GH2 എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജിയായി. അതുപോലെ ഇനി നമുക്ക് ആര് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജി വെൻ യൂണിറ്റ് മാസ് ഈസ് ഫ്ലോ ഫ്രം എ ടു ബി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദ ലിക്വിഡ് when it flow from A to B കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന സെക്ഷനിലുള്ള കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഹാഫ് V1 സ്ക്വയർ ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഹാഫ് V2 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഹാഫ് V1 സ്ക്വയർ മൈനസ് ഹാഫ് V2 സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജിയുമായി അതുപോലെ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയുമായി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ആദ്യം ഫിഗർ വരച്ചു, എന്നിട്ട് അവിടെയുള്ള നെറ്റ് വർക്ക് കണ്ടുപിടിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിയത് P1 ബൈ റോ മൈനസ് P2 ബൈ റോ എന്നാണ്. അതുപോലെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോഴുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി GH1 മൈനസ് നമുക്ക് GH2 എന്ന് കിട്ടി. അതുപോലെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഹാഫ് V1 സ്ക്വയർ മൈനസ് ഹാഫ് V2 സ്ക്വയർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഒരുമിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കണം. യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ്, അതായത് നമ്മൾ
രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ GH1 മൈനസ് GH2 ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് എഴുതിയാൽ പോയി. അപ്പോൾ ഹാഫ് V1² മൈനസ് ഹാഫ് V2² എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വർക്ക് എനർജി തിയറം പണ്ട് +1 പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചു ടോട്ടൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എനർജിക്ക് കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ്. ഇവിടെ കൈനറ്റിക് എനർജി മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നുണ്ട് ലിക്വിഡിൻ്റെ കേസ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു വർക്ക് ഡൺ എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് P1/ρ മൈനസ് P2/ρ ആണ് നമ്മൾ പഠിച്ചു. ഇത് ഈക്വൽ ടു ആരാണ്? ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. അപ്പോൾ GH1 മൈനസ് GH2 പ്ലസ് ഹാഫ് V1² മൈനസ് ഹാഫ് V2² എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 1 വരുന്ന ടൈമെല്ലാം ഒരേ സൈഡിലേക്കും 2 വരുന്ന ടൈമെല്ലാം ഒരേ സൈഡിലേക്കും കൊണ്ടുപോയാൽ നമുക്കിവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. നമുക്കൊരു ചെറിയ ഇത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ പ്രഷർ എനർജി ഗെയിൻ ഇൻ പ്രഷർ എനർജി വെൻ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ഫ്ലോ ഫ്രം A to B എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് വേണം ലോവർ പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ. അപ്പോൾ നമുക്കവിടെ വരുന്നത് GH2 മൈനസ് GH1 എന്നാണ്. GH2 മൈനസ് GH1 എന്നാണ്. തിരിഞ്ഞുപോയി. GH2 മൈനസ് GH1 എന്നാണ്. അതുപോലെ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കുമ്പോൾ അവിടെയും ഹയർ കൈനറ്റിക് എനർജിയിൽ നിന്ന് അപ്പോൾ ഹാഫ് V2² മൈനസ് ഹാഫ് V1² എന്നാണ്. അപ്പോൾ ഇവിടെയും നമ്മളൊന്ന് തിരിച്ച് മാറ്റിയാൽ മതി. GH2 മൈനസ് GH1 ഹാഫ് V2² മൈനസ് ഹാഫ് V1² എന്നാവും. ഇനി നമുക്ക് ഇക്വേഷനെ പഴയ പോലെ ആക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 1 വരുന്ന ടൈമെല്ലാം ഒരേ സൈഡിലേക്കും 2 വരുന്ന ടൈമെല്ലാം ഒരേ സൈഡിലേക്കും കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് GH1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. അതുപോലെ മൈനസ് ഹാഫ് V1² ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് P1/ρ പ്ലസ് GH1 പ്ലസ് ഹാഫ് V1² ഈസ് ഈക്വൽ ടു, ഇനി ഈ മൈനസ് P2/ρ എന്ന് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ P2/ρ പ്ലസ് GH2 പ്ലസ് ഹാഫ് V2² എന്നാവും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ നേരത്തെ ബെർണോളിസ് തിയറത്തിൽ പഠിച്ചതാണ്. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എഴുതാം P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം അല്ലേ. അപ്പോൾ ഹെൻസ് ദ പ്രൂഫ് എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത്, നമ്മൾ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് കണ്ടുപിടിക്കുമ്പോഴും അതുപോലെ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ ഹയറിൽ നിന്ന് വേണം, ബിയിൽ നിന്ന് എയിലേക്ക് വേണം എടുക്കാൻ. അപ്പോൾ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് നിങ്ങൾ മാറിപ്പോരുത് GH2 മൈനസ് GH1 എന്നും, അതുപോലെ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഹാഫ് V2² മൈനസ് ഹാഫ് V1² എന്ന് വേണം എടുക്കാൻ. അത് തിരിഞ്ഞു പോകരുത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി. പിന്നീട് അപ്പോൾ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് GH2 മൈനസ് GH1 പ്ലസ് ഹാഫ് V2² മൈനസ് ഹാഫ് V1² എന്നാണ്. അവിടെ നിന്ന് നമ്മൾ വർക്ക് എനർജി തിയറം അനുസരിച്ച് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എനർജിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് P1/ρ മൈനസ് P2/ρ എന്ന് പറയുന്നത് GH2 മൈനസ് GH1 പ്ലസ് ഹാഫ് V2² മൈനസ് ഹാഫ് V1² എന്നാവും. അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത്തെ ടൈം എല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് P1/ρ പ്ലസ് GH1 പ്ലസ് ഹാഫ് V1² ഈസ് ഈക്വൽ ടു P2/ρ പ്ലസ് GH2 പ്ലസ് ഹാഫ് V2² എന്ന് കിട്ടും. അതായത് ജനറലായിട്ട് നമുക്ക് പറയാം P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. P/ρ എന്ന് പറയുന്നത് പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്,
ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്, ഹാഫ് വി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് പൊട്ടൻഷ്യൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്, potential energy per unit mass and kinetic energy per unit mass of a liquid in streamline flow is a constant എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സെക്ഷനാണ് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമുക്ക് പഠിക്കേണ്ട വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് വെഞ്ചുറി മീറ്ററിൻ്റെ ഫിഗറാണ്. വെഞ്ചുറി മീറ്ററിൻ്റെ ഒരു ഫിഗറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബെർണോളിസ് തിയറം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ മെഷറിങ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ എന്താണ് റേറ്റ്, എത്ര അളവിൽ എന്ത് ചെയ്യുന്നു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ ഫിഗർ. അപ്പോൾ വെഞ്ചുറി മീറ്ററിനകത്ത് നമ്മൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്യൂബ് ABC നിങ്ങൾ ആ പടത്തിൽ കാണുന്നുണ്ടാവും, വിത്ത് എ നാരോ കൺസ്ട്രക്ഷൻ അറ്റ് ബി എന്ന് പറയുന്ന എൻഡ് എന്ന് പറയുന്നത് വളരെ നാരോയാണ്. ABC എന്ന് പറയുന്ന 3 ട്യൂബുകളുണ്ട്. ഇനി ABC അല്ല, എയും ബി എന്ന് പറയുന്ന ട്യൂബുകൾക്കിടയിൽ 2 വെർട്ടിക്കൽ കാപ്പിലറി ട്യൂബ്സുകളുണ്ട്, എക്സ് ആൻഡ് വൈ. 1 അറ്റ് ദ ബ്രോഡ് പോർഷൻ എ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കാണുന്ന വലിയ പോർഷനകത്തും അതുപോലെ വൈ എന്ന് പറയുന്നത് കാണുന്ന നാരോ പോർഷനകത്തുള്ള 2 ട്യൂബുകളാണ്. ഇനി ദ എൻഡ് എ ആൻഡ് സി ഓഫ് ദ വെഞ്ചുറി മീറ്റർ ആർ കണക്റ്റഡ് ടു ദ പൈപ്പ് ത്രൂ വിച്ച് ദ ലിക്വിഡ് ഫ്ലോസ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പൈപ്പിനെയും അതുപോലെ സി എന്ന് പറയുന്ന പൈപ്പിനെയും ട്യൂബിനെയും ബി എന്ന് പറയുന്ന ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന ട്യൂബ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വെൻ ദ ലിക്വിഡ് ഇൻ ദ മെയിൻ പൈപ്പ് ഫ്ലോ ത്രൂ ദ വെഞ്ചുറി മീറ്റർ, അപ്പോൾ വെഞ്ചുറി മീറ്ററിലൂടെ എന്ത് ചെയ്യുന്ന സമയത്ത് മെയിൻ പൈപ്പിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് സ്മോളർ അറ്റ് എ ആൻഡ് ഗ്രേറ്റർ അറ്റ് ബി. എയിലൂടെ ഉള്ള ലിക്വിഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ വെലോസിറ്റി, ആ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി ഞാൻ V1 എന്ന് എടുക്കുകയാണെങ്കിൽ ആ വെലോസിറ്റി വളരെ കുറവും, ബി എന്ന് പറയുന്ന നാരോ ആയിട്ടുള്ള ട്യൂബിലൂടെയുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി V2 ആണെങ്കിൽ ഇവിടെ ഈ നാരോ ട്യൂബിലൂടെ ലിക്വിഡിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലും, എ എന്ന് പറയുന്ന ആ ബ്രോഡറായിട്ടുള്ള ട്യൂബിലൂടെ ലിക്വിഡിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ വെലോസിറ്റി എവിടെയാണോ കൂടുതൽ അവിടെ അങ്ങനെയുള്ള എൻഡിൽ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് വളരെ കുറവും പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന ട്യൂബും വൈ എന്ന് പറയുന്ന ട്യൂബും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി, ഹൈറ്റ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ ഹൈറ്റ് എച്ച് ആണ്. അപ്പോൾ ആ എച്ച് എന്ന് പറയുന്ന ഹൈറ്റാണ് ലിക്വിഡിൻ്റെ ലിക്വിഡ് ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ എന്തിനെ സൂചിപ്പിക്കുന്നത്, പ്രഷറിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ, അതിലൂടെ നമുക്ക് കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വി ഈസ് ഈക്വൽ ടു, വി എന്ന് പറയുന്നത് ആ നാരോ ട്യൂബിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ട്യൂബിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ റേറ്റാണ്, വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇവിടെ ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്ന ഏത് എ എന്ന് പറയുന്ന ട്യൂബിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A1 A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GS ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നാണ് നമുക്ക് അവിടെയുള്ള എ എന്ന് പറയുന്ന ട്യൂബിലൂടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. V is equal to A1 A2 into root of 2GS divided by A1 square minus A2 square എന്നാണ്. വേർ A1 A2 എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് സ്മോൾ A1 എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ട്യൂബിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതുപോലെ A2 എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ട്യൂബിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. ഞാൻ പറഞ്ഞു എച്ച് എന്ന് പറയുന്നത് ആ ലിക്വിഡ് ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുപോലെ ജി എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. അപ്പോൾ ആ പ്രൂഫ് നമുക്കിവിടെ നിന്ന് നോക്കാം. ഞാൻ ഈ ഫിഗർ തന്നെ എടുക്കുന്നു. പ്രൂഫ് വളരെ എളുപ്പമാണ്. നമ്മൾ ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നിങ്ങൾ പഠിച്ചതാണ്. എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്? A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്നാണ്. അതായത് എ എന്ന് പറയുന്ന ട്യൂബിലൂടെ എത്ര അളവിലുള്ള ലിക്വിഡാണോ ഫ്ലോ ചെയ്യുന്നത് അതേ അളവിലുള്ള ലിക്വിഡ് തന്നെയായിരിക്കും ബി എന്ന് പറയുന്ന എൻഡിലൂടെയും ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് V2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? A1 V1 ഡിവൈഡഡ് ബൈ A2 എന്ന് എഴുതാം. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താൽ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എ എന്ന് പറയുന്ന എൻഡും ബി എന്ന് പറയുന്ന എൻഡിലൂടെയും ലിക്വിഡിൻ്റെ ഫ്ലോ ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണെങ്കിൽ, ഫോർ സെയിം ഹൊറിസോണ്ടൽ ലെവൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബെർണോളിസ് തിയറം മാറ്റി എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫോർ ഹൊറിസോണ്ടൽ ലെവലാണെങ്കിൽ, ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് പി ബൈ റോ പ്ലസ് ഹാഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. നിങ്ങൾക്കറിയാം അവിടെ എന്തില്ല, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്ന ടേം വരത്തില്ല. ഇനി നിങ്ങൾ നോക്കുക, അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്ന എൻഡിനും ബി എന്ന് പറയുന്ന എൻഡിലേക്കും നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും. നിങ്ങൾ നോക്കി നമ്മുടെ ഇക്വേഷൻ നമുക്ക് എ എന്ന് പറയുന്ന എൻഡിന് നമുക്ക് P1 ബൈ റോ എന്ന് എടുക്കാം, പ്ലസ് നമുക്ക് ഹാഫ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 ബൈ റോ പ്ലസ് ആരെന്ന് എഴുതാം? ഓക്കെ, എന്നൊരു P2 ബൈ റോ പ്ലസ് നമുക്ക് ആരെന്ന് എഴുതാം? ഹാഫ് V2 സ്ക്വയർ എന്ന് എഴുതാം. അവിടെ V1ഉം V2 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന എൻഡിലൂടെയുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റിയും V2 എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന എൻഡിലൂടെയുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റിയാണ്. ഞാൻ പറഞ്ഞു എ എന്ന് പറയുന്ന എൻഡിലുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റി കുറവും ബി എന്ന് പറയുന്ന എൻഡിലുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റി കൂടുതലുമാണ്. ഇനി നമ്മൾ ഇവിടെ V2 എന്ന് പറയുന്ന ടേമിലേക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച V2ൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. നമ്മളൊക്കെ അറിയാം V2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു A1 V1 ഡിവൈഡ് ബൈ A2 എന്നാണ്. അപ്പോൾ ആ വാല്യൂ കൊടുത്താൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് P1 ബൈ റോ പ്ലസ് ഹാഫ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 ബൈ റോ പ്ലസ് ഹാഫ് V2ന് പകരം A1 V1 ഡിവൈഡഡ് ബൈ A2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ P2 ബൈ റോ എന്ന് പറഞ്ഞ ടൈം ഇപ്പുറത്തും കൊണ്ടുവരുന്നു, ഹാഫ് V1 സ്ക്വയർ എന്ന് പറഞ്ഞ ടൈം അപ്പുറത്തേക്കും കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ P1 ബൈ റോ മൈനസ് P2 ബൈ റോ എന്ന് പറയുന്നത് നമുക്കിതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ഹാഫ് നമുക്ക് വരുന്ന A1 സ്ക്വയർ V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ A2 സ്ക്വയർ എന്ന് വരും, മൈനസ് ഹാഫ് V1 സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്കത് ഈ രണ്ട് ടൈമിൽ നിന്ന് ഒരു ഹാഫ് V1 സ്ക്വയറിങ് കോമൺ എടുത്താൽ നമ്മുടെ ഇക്വേഷൻ P1 ബൈ റോ മൈനസ് P2 ബൈ റോ ഈസ് ഈക്വൽ ടു ഹാഫ് V1 സ്ക്വയറിങ് കോമൺ എടുത്തു, ബാക്കി A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ മൈനസ് 1 എന്നാണ് വരുന്നത്. ഇവിടെയും നമ്മളൊന്ന് മാത്തമെറ്റിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റോ കോമൺ എടുക്കുന്നു. അപ്പോൾ P1 മൈനസ് P2 ബൈ റോ എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു ഹാഫ് V1 സ്ക്വയർ, ഇവിടെ LCM എടുക്കുമ്പോൾ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A2 സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു P1 മൈനസ് P2, ബട്ട് P1 മൈനസ് P2 എന്ന് പറയുന്നത് നമ്മൾ ഗേജ് പ്രഷർ ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരം നമുക്ക് HρG എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഇക്വേഷൻ ഇങ്ങനെ മാറും, HρG ഡിവൈഡഡ് ബൈ റോ ഈസ് ഈക്വൽ ടു ഹാഫ് V1 സ്ക്വയർ ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A2 സ്ക്വയർ എന്നാണ്. ഇവിടുന്ന് റോയൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമ്മൾ ഇക്വേഷനിൽ V1 വേണ്ടി ഒരു V1 സ്ക്വയറിന് വേണ്ടി ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈൻ ആവും. അപ്പോൾ 2HG ഇൻറ്റു A2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നാവും. നമുക്ക് വേണ്ടത് V1 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ ദെയർഫോർ V1 ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് ഈ A2 ഇപ്പുറത്ത് റൂട്ടിന് പുറത്ത് വരും. അപ്പോൾ A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ,
A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ ഇത് നമുക്ക് വെലോസിറ്റി ഓഫ് ലിക്വിഡ് അറ്റ് എ ആയി. നമുക്ക് വേണ്ടത് റേറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഓക്കെ ഞാനിവിടെ അപ്പുറത്തോട്ട് എഴുതാം, നിങ്ങൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ therefore റേറ്റ് ഓഫ് ലിക്വിഡ് അല്ലേ ഫ്ലോയിങ് ത്രൂ ട്യൂബ് എയിലൂടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് പെർ സെക്കൻഡ് അല്ലേ. ഒരു സെക്കൻഡിൽ എത്ര ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് V = നമ്മൾ പഠിച്ചിട്ടുണ്ട് A1 V1 എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A1 ഇൻറ്റു V1ൻ്റെ വില നമ്മളിപ്പോൾ പഠിച്ചു. A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതായത് നമ്മുടെ വെഞ്ചുറി മീറ്ററിൻ്റെ ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെഞ്ചുറി മീറ്ററിൽ V = A1 A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ എ ട്യൂബ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. അത് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ആളാണ് വെഞ്ചുറി മീറ്റർ. അപ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട, ഫിഗറും ഈ കാണുന്ന പ്രൂഫും ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നീട് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത 2-3 ആപ്ലിക്കേഷൻ കൂടി നമുക്ക് ബെർണോളിസ് തിയറത്തിനകത്ത് പഠിക്കാനുണ്ട്. ഒന്നാമത്തതാണ് ആറ്റമൈസർ, രണ്ടാമത്തെ ആറ്റമൈസറാണ്. നിങ്ങളത് ആറ്റമൈസർ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ സ്പ്രേ ഗൺ എന്നൊക്കെ പറയും. നമ്മൾ ഈ വളരെ നാരോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഡ്രോപ്ലെറ്റ്സുകളെ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആറ്റമൈസർ എന്ന് പറയുന്നത്. പിന്നീട് അതുപോലെ നമ്മുടെ വെഞ്ചുറി മീറ്ററിൻ്റെ നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോളിൻ്റെയൊക്കെ സ്പിന്ന്, നമ്മൾ ഈ ബോളൊക്കെ സ്വിങ് ചെയ്യുന്നതെന്ന് പറയാറില്ലേ. അപ്പോൾ ആ സ്വിങ് അല്ലെങ്കിൽ സ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെഞ്ചുറി മീറ്ററാണ്. വളരെ പ്രധാനപ്പെട്ട ആളാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. പിന്നീട് ആറ്റമൈസറും മാഗ്നസ് എഫക്റ്റും. അതിൽ നിങ്ങൾ വെഞ്ചുറി മീറ്റർ കൃത്യമായിട്ട് പഠിക്കുക. വെഞ്ചുറി മീറ്ററും അതിൻ്റെ പ്രൂഫും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത് ഒന്നുകിൽ ബെർണോളിസ് തിയറവും അതിൻ്റെ പ്രൂഫും ആയിരിക്കും, അല്ലെങ്കിൽ വെഞ്ചുറി മീറ്റർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ പരീക്ഷയ്ക്ക് അവർക്ക് ചോദിച്ചിട്ടുള്ളത് വെഞ്ചുറി മീറ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വെഞ്ചുറി മീറ്റർ ഒന്ന് ഓർക്കുക. അപ്പോൾ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം. വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ബെർണോളിസ് തിയറം അനുസരിച്ച് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്യൂബിലൂടെ എത്രത്തോളം അളവിലാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് വെഞ്ചുറി മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം നമ്മുടെ പാഠം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നോക്കാനായിട്ട്, കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പോർഷൻ അത് പെൻഡിങ് ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് കാണുക. നമ്മളിതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന വെഞ്ചുറി മീറ്ററിൻ്റെ ഫിഗർ, പിന്നീട് അതിൻ്റെ ആ പ്രൂഫ് നിങ്ങളൊന്നുകൂടി ഒന്ന് നോക്കുക. ഇത് പ്രൂഫാണ് അതിൻ്റെ വെഞ്ചുറി മീറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് കൂടി അങ്ങ് എഴുതിയെടുക്കുക. കാരണം നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ടായിട്ട് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെഞ്ചുറി മീറ്ററിൻ്റെ വെഞ്ചുറി മീറ്ററിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V എന്ന് പറയുന്നത് A1 A2 റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ചെറിയ ചാപ്റ്ററിലൂടെ നോക്കാം. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഒട്ടുമിക്ക സോളിഡ്സൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഗ്രാവിറ്റേഷനൊക്കെ കഴിഞ്ഞു, സോളിഡ്സ് പഠിപ്പിച്ചു, അതുപോലെ പഠിപ്പിച്ചു. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റർ നമുക്ക് നോക്കാം. ഓക്കെ.